രാവിലെ തന്നെ എഴുന്നേക്കുന്നത് ഞാനൊരു ആൻറ്റിയുടെ ബാഗിൻ്റെ ഇടിയും കൊണ്ടിട്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇടി ഈ ഒരു വ്യൂവിനായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് വേറെ ഒന്നുമില്ല, ബ്രെഡും ബട്ടറും ജാമും ആയിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി ഒരു വെറും 2 മണിക്കൂർ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ മൈസൂരിലോട്ടാണ് പോകാൻ പോകുന്നത്. ഞങ്ങൾ 5 പേരും മൈസൂർ ജംഗ്ഷനിലോട്ട് എത്തി. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയത്. ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ടാക്സി ഡ്രൈവേഴ്സും ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ ഞങ്ങൾ വന്ന് വളയുമായിരുന്നു ഓട്ടോയ്ക്കും വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. പക്ഷെ 5 പേരുണ്ടോണ്ട് തന്നെ അയാൾ ഞങ്ങളെ കേട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കിടന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. 5 പേരും കൂടെ കുത്തി ഞെരുങ്ങിയാണ് പോയത്. പോണ വഴിക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ എത്തി. ഞങ്ങളൊരു ഡോർമെട്രിയാണ് ബുക്ക് ചെയ്തത്. ബീഡു ബാക്ക് പാക്കേഴ്സ് എന്നാണ് അതിന്റെ പേര്. അങ്ങനെ അവിടെ ഞങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ റൂമിലോട്ട് കയറി. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ മൈസൂർ പാലസിലോട്ട് പോയി. ഞങ്ങൾക്ക് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ മൈസൂർ പാലസിലോട്ട് പോയി ടിക്കറ്റും എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറി. ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്കും ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും എല്ലാത്തിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മൈസൂർ പാലസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഇത്രയും നാളും കണ്ടത് ഞങ്ങൾ നേരിട്ട് കാണാൻ വേണ്ടി പോണേയുള്ള പിക്കിലൊക്കെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ എൻട്രി ഫീസും കൊടുത്തിട്ട് നേരെ പാലസിന്റെ അകത്തോട്ട് കയറി. എൻട്രി ഫീസ് 120 ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കയറിയപ്പോഴത്തേക്ക് അടിപൊളി ഓരോരോ അവർ ചെയ്തു. ആ ഒരു പാലസ് ഒക്കെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഫോട്ടോയ്ക്കൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നേരെ ടിപ്പു സുൽത്താന്റെ വാളൊക്കെ കാണാൻ വേണ്ടി പോയി. 15 കിലോയുള്ള വാളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ വേണ്ടി പോയി. പക്ഷെ അതൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഇന്റീരിയേഴ്സ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഷൂ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ തൊട്ടിട്ട്. ആ പൊട്ട വെയിലത്ത് നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ KFC ആണ് കഴിക്കാൻ പോയത്. ഗൂഗിൾ റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് പോയത്. പക്ഷെ ഒരു പൊട്ട സ്ഥലത്താണ് പോയി ചെന്നത്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ബൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. ബസ്സിലാണ് പോയത്. അതാണ് കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ആ സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ബൃന്ദാവൻ ഗാർഡനിലെത്തി. അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ബൃന്ദാവൻ ഗാർഡനിലോട്ട് പോകാൻ പോകുന്ന ആ വഴിയിൽ ഫുള്ള് കടകളായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. പെർ പേഴ്സൺ 50 എന്തോ ആണ് ബൃന്ദാവൻ ഗാർഡനിലെ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് കയറി. ഒരുപാട് സ്വീറ്റ്സിന്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് സ്വീറ്റ്സ് ഒന്നും മേടിച്ചില്ല. കാരണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു സ്വീറ്റ്സ് മേടിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ഡാമാണത്. ഡാമിൻ്റെ അവിടെ നിന്നുള്ള റിവറാണത്. റിവറല്ല, ഒരു അവിടെ വെള്ളമുള്ളത്. ആ ഡാമിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, ആ സംഭവമാണ്. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി രാത്രി വാട്ടർ ലൈറ്റ് ഷോ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു. അതൊക്കെ നൈസായിരുന്നു. അതായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൃന്ദാവൻ ഗാർഡനിലേക്കാട്ടിയും. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സിൻ്റെ ഷോ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബസ് പിടിക്കാൻ വേണ്ടി പോയി. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും. അതുകൊണ്ട് ബസ് പിടിക്കാൻ വേണ്ടി പോയി. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെയാണ് സീറ്റ് കിട്ടിയത്. ഒരു 30 മിനിറ്റ്സ് ഉണ്ടായിരുന്നു സ്റ്റേയുടെ അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ റോഡിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ സ്റ്റേയുടെ അങ്ങോട്ട് പോയി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേയിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, ഒരുപാട് നടന്നുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തു. യു ഗൈസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി. മൈസൂർ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. ഒരു ഡിഫറെൻറ്റ് മസാലയിലൊക്കെ ഉണ്ടാക്കിയ അടിപൊളി ബിരിയാണി ആയിരുന്നു. വീണ്ടും കഴിക്കാൻ വേണ്ടി തോന്നിയ ഒരു ബിരിയാണി ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വെച്ചത് ഓർമ്മയുണ്ട്, അത് കാലിയായത് ഓർമ്മയുണ്ട്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 65 ബിരിയാണി ആയിരുന്നു ഒന്ന് ഓർഡർ ചെയ്തത്. മറ്റേ ചിക്കൻ ബിരിയാണി തന്നെ വന്നു. പിന്നെ പക്ഷേ 65 ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് വരെ എഗ് ബിരിയാണിയാണ് വന്നത്. പക്ഷെ അതിനും നല്ല അടിപൊളി ടേസ്റ്റ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഡേ 3 വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ.